ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 11 തൊട്ട് 15 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ നിങ്ങളൊരു 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് കാർ എർട്ടിക തന്നെയാണ്. ഇപ്പോൾ 11 ലക്ഷം രൂപ തൊട്ട് നമുക്ക് അതിൻ്റെ ഒരു VXi വേരിയൻറ്റ്, 11.5 ലക്ഷം തൊട്ട് VXi വേരിയൻറ്റ്, ഇപ്പോൾ ZXi ഓട്ടോമാറ്റിക്കൊക്കെ പോകണമെങ്കിൽ 15.5 ലക്ഷം രൂപ വരെയാണ് പ്രൈസ് വരുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ ഇതിനോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു വാഹനവും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇപ്പോഴും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള 10 വാഹനങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു വാഹനവുമാണ് നമ്മളുടെ എർട്ടിക. ഇത് VXi വേരിയൻ്റ് ആണ്. എർട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് VXi വേരിയൻ്റ് ആണ്. കാരണം ടൂർ M എന്ന് പറഞ്ഞ എർട്ടിക വേരിയൻറ്റും ബേസ്ഡ് ഓൺ VXi വേരിയൻ്റ് ആണ്. വാല്യൂ ഫോർ മണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ZXi വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡിൻ്റെ വരെയും CNGയുടെയും ടൂറിൻ്റെയും പ്രൈസും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 11.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന എർട്ടികയുടെ VXi മാനുവൽ വേരിയൻ്റ് ആണ്. എർട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് VXi വേരിയൻ്റ് ആണ്. കാരണം ഒരു ബേസ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ VXi വേരിയൻറ്റ് പറയാം. കാരണം LXi വേരിയൻറ്റ് നമുക്ക് അവൈലബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വേരിയൻറ്റും VXi വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും VXi വേരിയൻറ്റിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ടൂർ സെഗ്മെൻറ്റും ബേസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ VXi വേരിയൻറ്റിലാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ വന്നൊരു റിക്വസ്റ്റാണ് 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു ബെസ്റ്റ് 7 സീറ്റർ സജസ്റ്റ് ചെയ്യാമോന്ന്. ആ ഒരു ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് 7 സീറ്റർ VXi വേരിയൻ്റ് ആണ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് വേണമോ നിങ്ങൾക്ക് വേരിയൻറ്റുകൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ചൂസ് ചെയ്യാം. എർട്ടികയിലെ ഏറ്റവും ബെസ്റ്റ് കളർ എൻ്റെ അഭിപ്രായത്തിൽ വൈറ്റ് ആണ്. പക്ഷേ വൈറ്റ് ഇപ്പോൾ ടാക്സി സെഗ്മെൻറ്റിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ടാക്സിയുടെ ലുക്ക് അല്ലാത്തൊരു വാഹനം വേണമെങ്കിൽ മറ്റ് കളറുകൾ കൺസിഡർ ചെയ്യാം. റെഡ്, ബ്ലാക്ക് ഒക്കെ അവൈലബിൾ ആണ്. ഈ ബ്ലൂയിഷ് ബ്ലാക്ക് അത്യാവശ്യം റോഡ് പ്രസൻസ് തരുന്ന നല്ലൊരു കളറാണ്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഫ്രണ്ടിൽ നമുക്ക് കാണുന്നത് ഒരു ക്രോം ഗ്രില്ലാണ്. ഇതിപ്പോൾ ഒരു VXi വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ സ്ലോട്ടായിട്ടാണ് വരുന്നത്. പ്രൊജക്റ്റഡ് ലോ ബീമും അതിനോട് ചേർന്ന് ഹാലജനായിട്ടുള്ള ഹൈ ബീമും കൊടുത്തിരിക്കുന്നു. ഫുൾ ഹാലജനാണ്. അകത്ത് പാർക്ക് ലൈറ്റ് കാണാം, ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഈ ഹെഡ്ലൈറ്റിനകത്തെല്ലാം നമുക്കൊരു ക്രോം ഫിനിഷ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ടോപ്പ് എൻഡിലേക്ക് വന്നാൽ നമുക്കൊരു ക്രോം ഇൻസൈറ്റൊക്കെ ആക്സസറി ആയിട്ട് ചെയ്യാം. ഫോഗ് ലൈറ്റ് വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നോ ചെയ്യാം. 5000 രൂപ അടുത്താണ് കോസ്റ്റ് വരുന്നുള്ളൂ. 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഈ താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ VXi വേരിയൻറ്റ് ടു ടോപ്പ് എൻഡ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലർ ആണ്. നമുക്ക് ആകെ വരുന്നൊരു ഡിഫറൻസ് ഫോഗ് ലൈറ്റ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അത് 195 സെഷൻ ടയറുകളാണ്. 195, 55 or 15 ആണ് ടയർ സൈസ് വരുന്നത്. 185, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളിൽ വേറെ ക്ലാഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിറേഴ്സിലേക്കാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബോഡി കളറിൽ വരുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല. നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ സൺറൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ എർട്ടികയിൽ വരുന്നില്ല. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. നമുക്ക് ഡെലിവറി ടൈമിൽ ഒരു വീൽ കപ്പുകൾ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് അവർ ആഡ് ഓൺ ചെയ്ത് തരും. ആക്സസറി ആയിട്ടല്ല, ഈ വാഹനത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ സെക്കൻഡ് ഡോറുകൾ കാണാം. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള സെക്കൻഡ് റോ സീറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡോറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ബി പില്ലർ നമുക്ക് ബോഡി കളറിലും സി പില്ലറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. ഈ ഒരു പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നു. പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാക്ക് സ്പോയിലറും പുതിയ എർട്ടികയിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ 2025 അപ്ഡേറ്റ് ചെയ്യുന്ന എർട്ടികയിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ എർട്ടികയുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട് സിമിലർ ആണ്. ഇപ്പോൾ ZXiലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വൈപ്പർ വാഷർ ഡീഫോഗർ അഡീഷണൽ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വലിപ്പം കൊണ്ട് വലിയ ഒരു സ്പോയിലർ കാണാം. അതിൻ്റെ നടുക്ക് ഹൈമോണ്ട സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമ്മൾ ZXiലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ക്രോം ലൈൻ കാണാം. ഇത് ബ്ലാക്ക് ഫിനിഷിലാണ്. നടുക്ക് സുസ്കിയുടെ ലോഗോ. ടൈൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാലജൻ ടൈൽ ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ്, റിവേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് കാണാം. ബാക്കിയെല്ലാം നമുക്ക് റിഫ്ലക്റ്റേഴ്സ് പോലെ കൊടുത്തിരിക്കുന്നു. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കാണാം. അത് ബേസ് വേരിയൻറ്റോട്ട് വരുന്നുണ്ട്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. VXi വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നമുക്ക് ആ ഒരു റിഫ്ലക്റ്റേഴ്സ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ലോക്ക് ടൈപ്പ് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 7 സീറ്ററാണ്. 3 റോയിൽ നിവർത്തി വയ്ക്കുകയാണെങ്കിൽ 209 ലിറ്റർ മാത്രമാണ് നമ്മുടെ ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈസിലി ഈ ഒരു സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 550 ലിറ്ററായിട്ട് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ
ഇപ്പോൾ നിങ്ങളൊരു ഫാമിലിയിലേക്കൊരു ബ്രസ പോലൊരു വാഹനം നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ലപ്പോഴും 7 സീറ്റർ വേണം അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി 7 സീറ്റർ വേണ്ട ഒരാളാണെങ്കിൽ എർട്ടിഗ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തേർഡ് റോയിലേക്ക് നമുക്ക് AC വെൻറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് കൺട്രോൾ ചെയ്യാനൊരു ബട്ടൺ കാണാം. അതിനോട് ചേർന്ന് തന്നെ കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും കപ്പ് ഹോൾഡേഴ്സ് കാണാം. 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിലേക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാര്യമൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബേജ് കളർ തീമാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കാണാം. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഡ്രൈവർ സൈഡിലുണ്ട് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിരിക്കാം ആ ഒരു ബേജ് കളർ ടോൺ വരുന്നത്. ഇപ്പോൾ സീറ്റിലേക്ക് വന്നാലും VXI വേരിയൻറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ്. മാനുവൽ വേരിയൻ്റാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്കിവിടെ റിയർ AC ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. കീയിൽ മാത്രം ഒരു മാറ്റമില്ല. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ നോർമൽ കീ ആണ് വരുന്നത്. VXI വേരിയൻ്റ് ഇൻറ്റീരിയറിലേക്ക് വന്നാൽ ഇൻറ്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ VXI വേരിയൻറ്റിൽ നമുക്ക് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു 2D മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയറിലെ കളർ ടോൺ നോക്കുകയാണെങ്കിൽ ടോപ്പിലൊരു ലൈറ്റ് ഗ്രേ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ്, താഴെ വീണ്ടും ആ ഗ്രേയുടെ തന്നെ വേറൊരു ടെക്സ്റ്റൈഡ് ഫിനിഷ്, അതിന് താഴെ ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. ഒരു ക്രീം കളർ എന്ന് പറയാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ആ ലൈറ്റ് ഗ്രേ ഫിനിഷിലാണ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ എന്ന് പറയാം. ഇടതുവശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശമായിട്ട് ടെലിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, സ്പീഡോമീറ്ററും RPM അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. എൻജിൻ ടെമ്പറേച്ചറും ഫ്യൂവൽ ഗേജും അനലോഗാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. XL6 എർട്ടിഗ ഒക്കെ വന്നിരുന്ന സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇപ്പോഴും കൊടുത്തിട്ടില്ല. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു 2D മ്യൂസിക് സിസ്റ്റമാണ്. അതിനകത്ത് ചെറിയൊരു ഡിസ്പ്ലേ മാത്രമാണ്, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ 2025 വന്ന അപ്ഡേറ്റിലെങ്കിലും VXIയിലൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ കൊടുക്കാമായിരുന്നു. അതല്ല, നിങ്ങൾ ഈ വാഹനം എടുത്തിട്ട് പുറത്തുനിന്ന് ആൻഡ്രോയിഡ് സ്ക്രീൻ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. താഴേക്ക് വന്ന ഹസാർഡ് ലൈറ്റ് കാണാം. മാനുവൽ AC കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഓക്സിലറിയുടെ ഓപ്ഷനും ഇപ്പോഴും ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഗിയർ ലിവർ കാണാൻ അതിൻ്റെ ടോപ്പിലൊരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് VXI വേരിയൻറ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാം. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ഡാറ്റൽ ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ സൺവൈസസ് വിത്ത് മിററാണ്. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IR/VMs കൊടുത്തിരിക്കുന്നു. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. എർട്ടിഗയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളുടെ ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ തന്നെയാണ്. ഇപ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ബോണറ്റ് എല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ട് ഈ വാഹനം ഓടിക്കാനായിട്ട് പറ്റും. അപാര വിസിബിലിറ്റിയാണ് പുറത്തേക്ക് ലഭിക്കുന്നത്. ഇത്രയും വലിയ ഗ്ലാസ് കാര്യങ്ങൾ, വിൻഡോ ലൈൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് കൂടെയും ഈസി ആയിട്ട് ഈ വാഹനം കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള വൈഡായിട്ട് തുറക്കുന്ന ഡോറുകൾ കിട്ടുന്നത് നമുക്ക് എർട്ടിഗയിലാണ്. ഡോർ പാഡെല്ലാം നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിൽ കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കും. സ്പീക്കർ ഗ്രില്ല് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് സെൻറ്റർ മൗണ്ടഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ 2 Type-C ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് താഴെ ചെറിയൊരു മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് കാണാം. നമുക്ക് സെൻറ്ററിൽ തന്നെ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സ്ലൈഡ് ചെയ്ത് നമുക്ക് ലെഗ് റൂം കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ഈ ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. നമുക്ക് ഈ സീറ്റ് റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ട് ഈ സെക്കൻഡ് റോയിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സെൻറ്റർ മൗണ്ടഡായിട്ട് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിലെ പാസഞ്ചേഴ്സിന് നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങൾ കാണാം. ഇപ്പോൾ തേർഡ് റോയിലേക്ക് ഈ സീറ്റ് നമുക്കിങ്ങനെ സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഫോൾഡ് ചെയ്ത് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് റോയിലും അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ എർട്ടിഗയുടെ ബാക്കിലെ യാത്ര കംഫർട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എർട്ടിഗകൾ യാത്ര ചെയ്യാത്ത ഇന്ത്യക്കാർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം.
എർട്ടിഗയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ മാരുതിയുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 102 HP പവറും 139 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ടാക്സി സെഗ്മെൻറ്റിലേക്കും സാധാരണക്കാർക്കും മൈലേജ് കൂടുതൽ കിട്ടാനായിട്ട് CNG വരുന്നുണ്ട്. CNGയിലേക്ക് പോകുമ്പോൾ സെയിം എഞ്ചിൻ തന്നെയാണ്, 5 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ. 87 HP പവറും 121 Nm ടോർക്കുമായിട്ട് അത് കുറയുന്നുണ്ട്. CNGയിൽ ആസ് യൂഷ്വൽ പവർ കുറവാണ്. പക്ഷേ ടാക്സി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് എർട്ടിഗ CNG ആണ്. കാരണം ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. CNGക്ക് 25 ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ LXI വേരിയൻറ്റ് ലിമിറ്റഡ് അവൈലബിലിറ്റിയാണ്. ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6-7 മാസം കഴിഞ്ഞിട്ടാണ് വാഹനം ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് VXI വേരിയൻറ്റോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന ഈ VXI വേരിയൻറ്റ് നമുക്ക് 11,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എർട്ടിഗയ്ക്ക് പ്രത്യേകിച്ച് ഓഫറൊന്നും മാരുതി ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെ കൊടുത്തിട്ടില്ല. ഓണത്തിൻ്റെ സമയത്ത് എന്തോ ഒരു 20,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വന്നതാണ്. അതല്ലാണ്ട് വേറെ യാതൊരു ഓഫറും എർട്ടിഗയ്ക്ക് അവൈലബിൾ അല്ല. ഇപ്പോഴും നിങ്ങൾ വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.5-2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വാഹനം ലഭിക്കുക. VXI വേരിയൻറ്റോട്ട് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,40,000 രൂപയാണ് VXI ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത്. ZXIയിലേക്ക് പോയി കഴിഞ്ഞാൽ ZXI മാനുവലിന് 13,05,000 രൂപയും ZXI ഓട്ടോമാറ്റിക് 14,65,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ZXI പ്ലസ് ആണ് നമുക്ക് ടോപ്പ് എൻഡ് വരുന്നത്. ZXI പ്ലസ് ആണെങ്കിൽ 13,85,000 രൂപ മാനുവലിനും 15,45,000 രൂപ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിനും പ്രൈസ് വരുന്നുണ്ട്. അതായത് എർട്ടിഗ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് 15,45,000 രൂപയാണ് പ്രൈസ്. ബ്രസയിലേക്ക് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിന് നിങ്ങൾക്ക് ആ ഒരു 7 സീറ്റർ വേണമെങ്കിൽ വാങ്ങാനായിട്ട് പറ്റും. ഇനി ടൂറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂർ M നമ്മുടെ VXI വേരിയൻറ്റിന് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. 10,70,000 രൂപ ടൂർ എമ്മിനും ടൂർ M CNGക്ക് 11,85,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് VXI വേരിയൻറ്റിൽ CNG വരുന്നുണ്ട് 12,85,000. ZXI വേരിയൻറ്റിൽ CNG അവൈലബിൾ ആണ്. 14,10,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രൈസ് നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എർട്ടിഗയുടെ പ്രൈസ് ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട് കൂടും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എർട്ടിഗ എന്നല്ല, മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.